നമസ്കാരം. ഇന്നത്തെ എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മലയാളത്തിന്റെ അഭിമാനം മോഹൻലാലിന് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതി. 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലാലിന്. തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിന്റെ സിനിമാ യാത്രകളെന്ന് വാർത്താവിതരണ മന്ത്രാലയം. പുരസ്കാരം ചൊവ്വാഴ്ച സമ്മാനിക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അഭിനന്ദന പ്രവാഹം. ഈശ്വരനും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്കും ഒപ്പം നടന്നവർക്കും നന്ദിയെന്ന് മോഹൻലാൽ. എന്താണ് അതിന് എന്താ പറയണ്ടത്? അങ്ങനെ ആരോട് നന്ദി പറയണം? ഈശ്വരനോട് നന്ദി പറയുന്നു, ആ ജൂറിയോട് നന്ദി പറയുന്നു, ഇന്ത്യൻ ഗവൺമെന്റിനോട് നന്ദി പറയുന്നു, എന്നെ ഞാനാക്കി മാറ്റിയ ഓരോ പ്രേക്ഷകരോട് നന്ദി പറയുന്നു, ആ അമൃതാനന്ദമയി അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു അഭിമാനമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ കൂടെ സഞ്ചരിക്കുന്ന ഇനി സഞ്ചരിക്കാൻ പോകുന്ന എല്ലാവർക്കും, ഒരുപാട് പേർക്ക്, എന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ അംഗീകാരം പങ്കുവെക്കുക. മതാതീതമായ ശബരിമലയെ കാലത്തിനനുസരിച്ച് ശക്തിപ്പെടുത്താനാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭഗവത്ഗീതയും ചാന്തോഗ്യ ഉപനിഷത്തും പരാമർശിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ശബരിമല വികസന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 18-അംഗ സമിതി. മുഖ്യമന്ത്രി എത്തിയത് കപട ഭക്തനെ പോലെയെന്നും സമ്മേളനത്തിൽ ഒഴിഞ്ഞ കസേരകളെന്നും പ്രതിപക്ഷം. അയ്യപ്പ സംഗമം പരാജയമെന്ന് BJP. വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രിതത്വമാണ് ഇന്ത്യയുടെ പ്രധാന ശത്രുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നവരും പരാജയം കൂടുമെന്നും ഇത് മറികടക്കാനാണ് ആത്മനിർഭർ ഭാരതമെന്നും പ്രധാനമന്ത്രി. കുടിയേറ്റം നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി അമേരിക്ക. H-1B വിസ അപേക്ഷയ്ക്കുള്ള ഫീസ് $1 ലക്ഷം ഉയർത്തി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അമൃതകീർത്തി പുരസ്കാരം സാഹിത്യകാരനും പ്രഭാഷകനുമായ PR നാഥന്. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പുരസ്കാരമെന്ന് PR നാഥൻ. അമ്മയുടെ ജന്മദിനമായ സെപ്റ്റംബർ 27 പുരസ്കാരം സമ്മാനിക്കും. അമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനത്തിൽ ഭക്തരുടെ മെഗാ ശുചീകരണ യജ്ഞം. 2016 മുതൽ നിയമനം നേടിയ സംസ്ഥാനത്തെ 3000-ഓളം എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ശമ്പളമില്ലാതെ ദുരിതത്തിൽ. അംഗീകാരം സാങ്കല്പികമെന്ന് രേഖപ്പെടുത്തി നിയമന ഉത്തരവ്. ടോപ്പ് 10 സ്പെഷ്യൽ. കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. വ്യാജ ഓൺലൈൻ ട്രേഡിംഗിലൂടെ 64-കാരന് നഷ്ടമായത് 1.5 കോടിയിലേറെ രൂപ. പൂണിത്തറ സ്വദേശിയായ വ്യവസായിക്ക് പണം നഷ്ടമായത് 69 ദിവസം കൊണ്ട്. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ ജീവനക്കാരുടെ തസ്തിക വെട്ടിക്കുറച്ച ഉത്തരവ് മരവിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നടപടി മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന്. ടോപ്പ് 10 ഇംപാക്ട്. ഏഷ്യാ കപ്പിൽ സൂപ്പർ 4 മത്സരങ്ങൾക്ക് തുടക്കം. ശ്രീലങ്കയ്ക്കെതിരെ ബംഗ്ലാദേശിന് 169 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം നാളെ. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ ജീവനൊടുക്കി. മരിച്ചത് തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാർ. മരണകാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന് സൂചന. സംസ്കാരം നാളെ. സ്റ്റോറി ഓഫ് ദി ഡേ. കക്കിരി കൃഷിയിലെ വിജയഗാഥ. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് മോഹൻലാലിന്റേതെന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വിശേഷിപ്പിച്ചു. 2023 പരമോന്നത പുരസ്കാരമാണ് നടന് ലഭിച്ചത്. ചൊവ്വാഴ്ച ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും.
തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് മോഹൻലാലിന്റേതെന്നാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പുരസ്കാരം പ്രഖ്യാപിച്ച് വിശേഷിപ്പിച്ചത്. നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ, വൈദഗ്ധ്യം, കഠിനാധ്വാനം തുടങ്ങിയവ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണസ്ഥാനം നേടിയെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിലുണ്ട്. സിനിമാ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. അഭിനയം, നിർമ്മാണം, സംവിധാനം തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലകളിലും നൽകിയ സംഭാവനകൾ പുരസ്കാരത്തിന് പരിഗണിച്ചു. 75ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2023 പരമോന്നത പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ആദ്യമായാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തുന്നത്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാലിന് ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2001 പത്മശ്രീ പുരസ്കാരവും 2019 പത്മഭൂഷൺ ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട്. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകുകയും ചെയ്തു. മലയാള സിനിമാ മേഖലയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് നടൻ മോഹൻലാലിന്റേത്. നിരവധി പേരാണ് മലയാളത്തിന്റെ പ്രിയതാരത്തിന് ആശംസകൾ അറിയിച്ചത്. സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തന്നോടൊപ്പം നടന്നവർക്കും നടക്കുന്നവർക്കും ഇനി നടക്കാൻ പോകുന്നവർക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്കും പുരസ്കാര നേട്ടത്തിൽ നന്ദി അറിയിക്കുന്നതായും മോഹൻലാൽ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. എന്താണ് അതിന് എന്താ പറയണ്ടേ? അങ്ങനെ ആരോട് നന്ദി പറയണം? ഈശ്വരനോട് നന്ദി പറയുന്നു, ആ ജൂറിയോട് നന്ദി പറയുന്നു, ഇന്ത്യൻ ഗവൺമെന്റിനോട് നന്ദി പറയുന്നു, എന്നെ ഞാനാക്കി മാറ്റിയ ഓരോ പ്രേക്ഷകരോട് നന്ദി പറയുന്നു. മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു അഭിമാനമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ കൂടെ സഞ്ചരിക്കുന്ന ഇനി സഞ്ചരിക്കാൻ പോകുന്ന എല്ലാവർക്കും, ഒരുപാട് പേർക്ക്, എന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ അംഗീകാരം പങ്കുവെക്കുകയാണ്. എന്റെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച സംവിധായകരും എഴുത്തുകാരും എന്നോട് ഒപ്പം അഭിനയിച്ച ആൾക്കാരും തന്നെയാണ് അവരോടാണ് ഞാൻ എന്റെ നന്ദി അറിയിക്കേണ്ടത്. ഒരാൾ തനിച്ചൊരാളല്ലേ, ഇത് എന്നെ എത്രയോ ആൾക്കാരുടെ സംരക്ഷണത്തിലാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പൊ അവരോടൊക്കെയുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എന്റെ മാതാപിതാക്കളോടുള്ള നന്ദി ഞാൻ പറയുന്നു, എന്റെ കുടുംബത്തോടുള്ള നന്ദി പറയുന്നു. സകല മലയാളികളും മലയാള സിനിമയെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ള ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. മാതാ അമൃതാനന്ദമയി അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. 48 വർഷത്തെ എന്റെ സിനിമാ ജീവിതം അതായിരിക്കാം. അതിനോടുള്ള ഒരു എന്താ പറയുന്ന ഒരു വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കാം, അതിനെ ഒരു പാഷനായിരിക്കാം. ഞാൻ അതിനെ ഡിസെക്ട് ചെയ്തൊന്നും പറയുന്നില്ല, അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. ഈശ്വരന് ഞാനിപ്പോ ഈ സമയത്ത് നന്ദി പറയുന്നു. മോഹൻലാലിന്റെ പുരസ്കാര നേട്ടം തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമെന്നും ഈ നേട്ടം മലയാളത്തിന്റെ അഭിമാനമെന്നും സംവിധായകൻ അശോക് കുമാർ. മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ തിരനോട്ടത്തിന്റെ സംവിധായകനാണ് അദ്ദേഹം. ഇതിന്റെ എല്ലാം കാരണക്കാര് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത്, അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. ലാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്ന അവന്റെ അമ്മയാണ്. അപ്പം അവന്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡാണ് ലാലിന് കിട്ടിയിരിക്കുന്നത്. തിരുനോട്ടം എന്നുള്ള സിനിമയെ തുടങ്ങി അവസാനം ഇപ്പം ലാൽ ദൃശ്യത്തിന്റെ 3ാം സെക്ടറായിട്ട് പോയി കഴിഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിവസം തന്നെയാണ്. ഇനി എന്തെല്ലാമോ ലാലിന് വരാനുണ്ട്. അതുകൊണ്ട് അമൃത ടിവിക്കും അമൃത ഒരുപാട് ലാലിനെ എന്നെ വെച്ച് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാവങ്ങളും ലാലിന് കൊടുക്കുന്നു. വളരെ വളരെ നന്ദി നിങ്ങൾ എന്നെ വിളിച്ചില്ല. നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമാണ് മോഹൻലാലെന്നും പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ സമ്പന്നമായ കലാജീവിതം കൊണ്ട് മലയാള സിനിമയുടെയും നാടകവേദിയുടെയും വഴികാട്ടിയായി അദ്ദേഹം നിലകൊള്ളുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. മോഹൻലാലിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് തുടർന്നും പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി സിനിമകളിലും മോഹൻലാൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ സിനിമാപരമായ മികവ് ഏറെ പ്രചോദനം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മോഹൻലാലിന് അഭിനന്ദനങ്ങൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിത്. അനുപമമായ ആ കലാജീവിതത്തിന് അർഹിക്കുന്ന അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
മതാതീതമായ ആത്മീയത ഉദ്ഘോഷിക്കുന്ന ശബരിമലയെ ശക്തിപ്പെടുത്തുന്നതിനാണ് ആഗോള അയ്യപ്പ സംഗമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആകെ 1033 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ശബരിമലയിലും അനുബന്ധമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിൽ ചർച്ചകളും വിവിധ വേദികളിലായി നടന്നു. അതേസമയം സമാപന സമ്മേളനത്തിൽ അടക്കം പ്രതിനിധികളുടെ പങ്കാളിത്തം കുറവായിരുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. പ്രൗഢഗംഭീരമായ വേദിയിലാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ അയ്യപ്പ ശ്ലോകത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഭഗവത്ഗീതയിലെ ഭക്തരുടെ ലക്ഷണം വ്യക്തമാക്കുന്ന ശ്ലോകമുദ്ധരിച്ച് പ്രസംഗിച്ച മുഖ്യമന്ത്രി ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടകൾ ഉണ്ടാകാമെന്ന് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിനും സർക്കാരിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി വേദിയിൽ മറുപടി നൽകി. എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം. അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഘവുമാണ് സത്യത്തിലിത്. 1033 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ശബരിമലയിലും അനുബന്ധമായും നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തമിഴ്നാട് മന്ത്രിമാരായ പി.കെ. ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജ്, സംസ്ഥാന മന്ത്രിമാർ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെയും സന്ദേശം സമ്മേളനത്തിൽ മന്ത്രി വായിച്ചു. തുടർന്ന് നടന്ന മാസ്റ്റർ പ്ലാൻ ചർച്ചയ്ക്ക് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും ആധ്യാത്മിക ടൂറിസം ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി.കെ. നായരും തിരക്ക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മുൻ DGP ജേക്കബ് പുന്നൂസും നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി ദേവസ്വം മന്ത്രി ചെയർമാനും ദേവസ്വം പ്രസിഡന്റ് കൺവീനറുമായ 18-അംഗ സമിതി രൂപീകരിച്ചതായി മന്ത്രി അറിയിച്ചു. അടുത്ത മാസം രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തിയേക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. അതേസമയം സമാപന സമ്മേളനത്തിലടക്കം പ്രതിനിധികളുടെ പങ്കാളിത്തം കുറവായിരുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിലും വിജയമാണെന്നും പ്രതിനിധികൾ കുറവാണെന്ന് പറഞ്ഞവർക്ക് കണക്കുകൾ പരിശോധനയ്ക്ക് നൽകാമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. 2050 വരെയുള്ള ശബരിമലയുടെ സമഗ്ര വികസനമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ചയായത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം പമ്പയിൽ നിന്നും രജിത് കുമാർ, അമൃത ന്യൂസ്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസാരിച്ചത് കപടഭക്തനെ പോലെയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാതെ ഇപ്പോൾ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഭക്തിയെ മുഖ്യമന്ത്രി കളിയാക്കുകയാണെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപടഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 9.5 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പൊ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം വൻ പരാജയമെന്ന് രമേശ് ചെന്നിത്തല. 50 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞെങ്കിലും ആരും വന്നില്ല. അയ്യപ്പന്റെ അനിഷ്ടം ഈ പരിപാടിക്കുണ്ടായി. എന്നാൽ UDF ചോദിച്ച ഒന്നിനും മുഖ്യമന്ത്രി മറുപടി തന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രി വാസവൻ ഉരുണ്ട് കളിക്കുകയായിരുന്നു ഈ കാര്യത്തിലൂടെ. മന്ത്രി വാസവൻ പറയട്ടെ എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു? മന്ത്രി പറയട്ടെ എത്ര പേർ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ പങ്കെടുത്തെന്ന്? സെഷനിലൊന്നും ആരും പങ്കെടുത്തില്ല, ഒരു ചർച്ചയും ഉണ്ടായില്ല. അപ്പൊ ഇത് വളരെ ദയനീയമായ പരാജയമാണ് ആഗോള സംഗമം ഉണ്ടായത്.
ആഗോള അയ്യപ്പ സംഗമം പരാജയമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. വിശ്വാസികൾ പരിപാടി ബഹിഷ്കരിച്ചു. കോവളം ബീച്ചിൽ വന്ന വിദേശികളെയാണ് പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. മുഖ്യമന്ത്രി വിഡ്ഢിവേഷം കെട്ടിയെന്നും കൃഷ്ണദാസ് പറഞ്ഞു. യോഗി ആദിത്യനാഥിന്റെ കത്തിന്റെ ആധികാരികത പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള അയ്യപ്പ സംഗമം സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. അത്യന്തം പരിഹാസ്യവുമായിരിക്കുന്നു. സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു വിഡ്ഢിവേഷം കെട്ടുകയായിരുന്നു. ഇന്ന് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് കേവലം 600-ൽ താഴെ ആളുകൾ മാത്രമാണ്. CPM 7 കോടി രൂപ പുട്ടടിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാന ശത്രു മറ്റ് രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കും തോറും ഇന്ത്യയുടെ പരാജയവും വർദ്ധിക്കുമെന്നും ഇത് മറികടക്കാൻ രാജ്യം ആത്മനിർഭറായി മാറണമെന്നും പ്രധാനമന്ത്രി ഗുജറാത്തിൽ പറഞ്ഞു. H-1B വിസയുടെ വാർഷിക ഫീസ് $1 ലക്ഷം ഈടാക്കാനുള്ള വിജ്ഞാപനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചതിന് പിന്നാലെയാണ് മോദിയുടെ പ്രതികരണം. ലോകത്ത് നമുക്കൊരു പ്രധാന ശത്രുവില്ല. നമ്മുടെ യഥാർത്ഥ ശത്രു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ആത്മനിർഭറായി മാറണമെന്നും മോദി പറഞ്ഞു. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് തുടർന്നാൽ നമ്മുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കും. മറ്റുള്ളവർക്ക് വേണ്ടി രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനാകില്ലെന്നും മോദി പറഞ്ഞു. हमें दूसरे देशों पर अपनी निर्भरता लगातार कम करते जाना होगा और अब भारत को आत्मनिर्भर बनकर दुनिया के सामने मजबूती के साथ खड़ा होना ही होगा. भारत में सामर्थ्य की कोई कमी नहीं है, लेकिन आजादी के बाद कांग्रेस ने भारत के हर सामर्थ्य को नजरअंदाज किया. ഗുജറാത്തിൽ 34,200 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. ഭാവ്നഗറിൽ നിന്നുമാണ് ഗുജറാത്തിലെ പ്രധാനമന്ത്രിയുടെ പര്യടനം ആരംഭിച്ചത്. ലോത്തലിൽ നിർമ്മിക്കുന്ന ദേശീയ സമുദ്ര പൈതൃക സമുച്ചയത്തിന്റെ ഭാഗമായി ഒരുക്കിയ മാതൃകയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ദേശീയ സമുദ്ര പൈതൃക സമുച്ചയം 375 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. കോൺഗ്രസ് സർക്കാരുകളുടെ നയങ്ങൾ രാജ്യത്തെ യുവാക്കൾക്ക് വലിയ ദോഷം വരുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസ് സർക്കാരുകൾ ലോകവിപണിയിൽ നിന്നും രാജ്യത്തെ ഒറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ എല്ലാ സാധ്യതകളെയും കോൺഗ്രസ് അവഗണിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ത്യ അർഹിക്കുന്ന വിജയം നേടിയിട്ടില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അമേരിക്കയിലെ ഇന്ത്യൻ ടെക്കുകൾക്ക് തിരിച്ചടി. H-1B വിസ അപേക്ഷകൾക്ക് ഫീസ് ഉയർത്തിയ US പ്രഖ്യാപനം നാളെ മുതൽ പ്രാബല്യത്തിൽ. ഈ വിസക്കാർ നാളെ തിരിച്ചെത്തണമെന്ന് അമേരിക്കൻ കമ്പനികൾ അറിയിച്ചു. H-1B വിസകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യക്കാർക്ക് പുതിയ തീരുമാനം തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. H-1B വിസ അപേക്ഷകർക്കുള്ള ഫീസ് നിരക്ക് $1 ലക്ഷം ഉയർത്തിയത് ടെക് കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ $1,700-നും $4,500-നിടയിലാണ് ഫീസ്. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും ചെറുകിട കമ്പനികൾക്കും താങ്ങാനാകാത്ത ഫീസാണിത്. വിദേശികളായ വിദഗ്ധ തൊഴിലാളികൾക്കായുള്ള H-1B വിസയിൽ നിരവധി ഇന്ത്യക്കാർ US-ലെ പ്രമുഖ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് നിരക്ക് വർധനവ്. US തൊഴിലാളികളെ സംരക്ഷിക്കുമെന്നും വേതന നിലവാരം ശക്തിപ്പെടുത്തുമെന്നും H-1B പ്രക്രിയയിലെ പഴുതുകൾ അടയ്ക്കുമെന്നും ട്രംപ് ഭരണകൂടം കണക്കുകൂട്ടുന്നു. ഫീസ് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ US-ന് പുറത്തുനിന്നുള്ളവർ നാളെ അമേരിക്കൻ സമയം രാത്രി 12:01 മുമ്പായി രാജ്യത്ത് തിരികെ പ്രവേശിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിൽ മേഖലകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവദിക്കുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് H-1B വിസ. വിവരസാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ശാസ്ത്രം, ഫിനാൻസ്, വൈദ്യശാസ്ത്രം തുടങ്ങിയ തൊഴിൽ മേഖലകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അമേരിക്കയിലെ തൊഴിലുടമയാണ് ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നത്. തൊഴിലാളികൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയില്ല. വിസ ലഭിക്കുന്നതിനായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിലാണ് അപേക്ഷ നൽകേണ്ടത്. 3 വർഷത്തെ കാലാവധിയാണ് H-1B വിസയ്ക്കുള്ളത്. ഇത് നീട്ടാൻ സാധിക്കും. H-1B വിസകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കനത്ത തിരിച്ചടി ലഭിക്കുന്നതും ഇന്ത്യക്കാർക്ക് തന്നെയാകുമെന്നാണ് വിലയിരുത്തൽ. 2020 മുതൽ 2023 കാലയളവിൽ ആകെ അനുവദിച്ച H-1B വിസകളുടെ 73% ഇന്ത്യക്കാരായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV.
മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റും കഥാകാരനും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ PR നാഥൻ അർഹനായി. 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, നാടകകൃത്ത്, ചെറുകഥാകൃത്ത്, യാത്രാവിവരണ എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് PR നാഥൻ. മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ദിനമായ സെപ്റ്റംബർ 27-ന് കൊല്ലം അമൃതപുരി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ആധ്യാത്മിക, വൈജ്ഞാനിക, ശാസ്ത്ര രംഗങ്ങളിലെ പ്രഗത്ഭർക്ക് 2001 മുതൽ അമൃതകീർത്തി പുരസ്കാരം നൽകി വരുന്നു. സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അധ്യക്ഷനും ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഡോക്ടർ M ലക്ഷ്മികുമാരി, P നാരായണക്കുറുപ്പ്, സ്വാമി തുര്യാമൃതാനന്ദപുരി എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. തത്വചിന്താപരമായ രചനകളിലൂടെ മലയാള സാഹിത്യത്തെ ദാർശനിക തലത്തിലേക്ക് ഉയർത്തിയ കഥാകാരനാണ് PR നാഥനെന്നും എഴുത്തിൽ നന്മയും സ്നേഹവും മാത്രമാണ് അദ്ദേഹം ഇതിവൃത്തമാക്കിയതെന്നും ആ സന്ദേശത്തിനാണ് പുരസ്കാരമെന്നും മാതാ അമൃതാനന്ദമയി മഠം ട്രസ്റ്റി സ്വാമി തുര്യാമൃതാനന്ദപുരി പറഞ്ഞു. ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അമൃതകീർത്തി പുരസ്കാരമെന്ന് പുരസ്കാര ജേതാവും എഴുത്തുകാരനുമായ PR നാഥൻ. സാഹിത്യവും സർഗവാസനയും മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കണം. പുരസ്കാര ലബ്ധിയിൽ അതിയായ സന്തോഷമുണ്ടെന്നും PR നാഥൻ പറഞ്ഞു. തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അമൃതകീർത്തി പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ PR നാഥൻ അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഈ ഒരു പുരസ്കാര അർഹനായിരിക്കുന്ന ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഏത് പുരസ്കാരത്തെയും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് ധർമ്മം. എഴുതുമ്പോൾ ഇതൊന്നും ആലോചിച്ചിട്ടല്ല എഴുതുന്നത്. 10-78 പുസ്തകങ്ങൾ എഴുതി ഇങ്ങനെ ഇതൊക്കെ വന്നു ചേർന്നു. ഇത്രയും ഒരുപാട് വർഷമായിട്ട് മാതാ അമൃതാനന്ദമയി ദേവിയായിട്ടും മഠവുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ആ മഠത്തിൽ നിന്ന് ഇത്തരത്തിലൊരു പുരസ്കാരം ലഭിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. പിന്നെ ആ മഠവുമായുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കും. 1980 മുതൽ തന്നെ അമ്മയെ കാണാറുണ്ട്. അമ്മ കോഴിക്കോട് വരുമ്പോൾ കാണും. അന്ന് കാണുമ്പോൾ പലപ്പോഴും ഓട്ടോണിയും ഒരുപാടൊക്കെ കൂടുതലുള്ളതായിട്ട് ഓർക്കുന്നുണ്ട്. ക്രമേണ ചേഞ്ചസ് വന്നു. വളരെ സത്സംഗവേദിയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അമ്മ പങ്കെടുക്കുന്ന എത്രയോ വേദികളിൽ ഞാൻ പ്രഭാഷകനായിട്ട് വന്നിരുന്നു. ധാരാളം കാര്യങ്ങൾ അമ്മ പറഞ്ഞു. 1950 ആദ്യം പറഞ്ഞു തന്ന കാര്യമുണ്ട്, ഏതൊരു കാര്യത്തിനും കൃപ എന്ന 2 അക്ഷരം ഓർമ്മിക്കണം. എല്ലാത്തിനും ഈശ്വര കൃപ വേണം. അതുതന്നെയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയത് എന്നുകൂടിയാണ്. ഈ താങ്കളുടെ എഴുത്തിലെ ആ ഒരു നന്മയും ആ ഒരു സ്നേഹവുമൊക്കെ സന്ദേശമായി എടുത്തുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സാഹിത്യരചനയിൽ സത്വരജതമോ ഗുണങ്ങളെല്ലാം കൂടി ചേർന്ന കഥകളാണ്. സിനിമാ തിരക്കഥകൾ, നോവലുകളൊക്കെ. പക്ഷേ അതിൽ ബലിതമാവാം, എൻ്റർടൈൻമെൻ്റ് ആവാം. പക്ഷേ ഏതും ഫോക്കസ് ചെയ്യുന്നത് നന്മയിൽക്കാണ്. അത് അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പുരാണ കൃതികൾ, പല നല്ല കൃതികൾ നമ്മൾ എടുക്കുമ്പോഴും അതിൽ എൻ്റർടൈൻമെൻറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കത്തക്ക വിധം ഒരു കാര്യം ഇല്ല. പുതിയ എഴുത്തുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നിരന്തരമായി ഒരു മേഖലയിൽ നിൽക്കുന്നു. അപ്പോൾ പുതുതായി എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ച് വിവരം. പുതുതായിട്ട് എന്ന് പറയുന്നതാണ് ഈ ശമ്പാല എന്നുള്ള നോവൽ. അതിനു മുമ്പ് ചാത്തൻ തുരുത്ത് എന്നൊരു നോവൽ എഴുതി. അത് ചാത്തന്മാരുടെ ആണെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനമാണ്, എന്തെങ്കിലും പഠന രീതിയിലല്ല. അതിലൊക്കെ തൊട്ടും നോവലുകൾ ധാരാളം വന്നു, കഥകൾ വന്നു. ഈ കൊല്ലത്തെ ഓണം വിശദാപ്രതികളിൽ ജന്മഭൂമി ഓണപ്പതിപ്പിൽ കഥയുണ്ട്, കേസരിയിലുണ്ട്. ധാരാളം കഥകളും നോവലുകളും നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ 2200 പ്രഭാഷണങ്ങൾ മുഴുവൻ കേൾക്കുന്നവർക്കൊരു ഉയർച്ച കിട്ടുന്ന രീതിയിലാണ് പ്രഭാഷണങ്ങൾ. അങ്ങനെയാണ് ജീവിതം. തീർച്ചയായും ആ ഒരു അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം കൂടി വന്നു ചേർന്നപ്പോൾ അതൊരു ഇരട്ടി മധുരമായി മാറി ശരിക്കും അല്ലേ? അതെ, അതൊരു സന്തോഷമാണ്. ഇരട്ടി മധുരമാണ്. അമ്മയോടുള്ള ആദരവ്, വിനയം, അത് നമ്മൾ ഈ എഴുതുന്നതൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കുന്നതൊന്നും
അതിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ കുറേ പേര് ശ്രദ്ധിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചില അംഗീകാരങ്ങൾ കിട്ടുമ്പോഴാണ് മനസ്സിലാവുക. തീർച്ചയായിട്ടും. അപ്പോൾ തുടർന്നും ഒരുപാട് കൃതികൾ എഴുതാൻ സാധിക്കട്ടെ, ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ വരട്ടെ എന്നുള്ളൊരു ആശംസ കൂടി അറിയിക്കുകയാണ്. വളരെ സന്തോഷം. എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ദാർശനിക വീക്ഷണത്തെ പരിചയപ്പെടുത്തുന്നതിൽ PR നാഥൻ വഹിച്ച പങ്ക് വലുതാണ്. 21 നോവലുകളും 500-ലേറെ ചെറുകഥകളും വിവിധ വിഭാഗങ്ങളിലായി 55 പുസ്തകങ്ങളും രചിച്ചു. നാടകത്തിനും സിനിമാ മേഖലയിലും PR നാഥൻ സുപ്രധാന സംഭാവനകൾ നൽകി. നന്മയിലേക്കൊരു നടപ്പാത എന്ന PR നാഥന്റെ പുസ്തകത്തിന്റെ പേരുപോലെ തന്നെയാണ് PR നാഥനും അദ്ദേഹത്തിന്റെ ജീവിതവും. തലമുറകൾക്ക് നന്മയുടെ വഴി കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ എഴുത്തും പ്രഭാഷണങ്ങളും. പയ്യനാട്ട് രവീന്ദ്രനാഥനാണ് PR നാഥൻ എന്ന തൂലികാനാമത്തിൽ പ്രശസ്തനായത്. നോവൽ, തിരക്കഥ, നാടകം, ചെറുകഥ, യാത്രാവിവരണം, എഴുത്തിന്റെ എല്ലാ മേഖലയിലും PR നാഥൻ തിളങ്ങി. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കീഴായൂരിലാണ് ജനനം. ചിത്രരചന അധ്യാപകനായ പ്രഭാകരമേനോന്റെയും സംഗീതാധ്യാപികയായ സരോജിനി അമ്മയുടെയും മകനാണ്. ടെലികോം എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ PR നാഥൻ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ ജോലി ചെയ്തു. സാഹിത്യ ജീവിതത്തോടും യാത്രയോടുമുള്ള അഭിനിവേശത്തിൽ പൂർണ്ണമായും എഴുത്തിലേക്ക് തിരിഞ്ഞു. തത്വചിന്താപരമായ രചനകളിലൂടെ മലയാള കഥയെ ദാർശനിക തലത്തിലേക്കുയർത്തിയ കഥാകാരനാണ് PR നാഥൻ. സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി മുതൽ നിരവധി ആചാര്യന്മാർ പകർന്ന അറിവ് PR നാഥന്റെ രചനകളിൽ ഉടനീളം കാണാം. 1980 മുതൽ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുമായും മഠവുമായും അടുത്ത ബന്ധം പുലർത്തുന്നു PR നാഥൻ. അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് അമൃത ചാനലിൽ 16 വർഷം തുടർച്ചയായി ധന്യമീ ജീവിതം എന്ന തത്വചിന്താപരമായ പ്രഭാഷണങ്ങൾ നടത്തി. മാതൃവാണി മാസികയിൽ അദ്ദേഹം തുടർച്ചയായി രചനകൾ പ്രസിദ്ധീകരിച്ചു. വേദങ്ങൾ, ഉപനിഷത്തുകൾ, തന്ത്രം എന്നിവയെക്കുറിച്ച് ലോകമെമ്പാടുമായി 10,000-ലധികം പ്രഭാഷണങ്ങളും നടത്തി PR നാഥൻ. പ്രകൃതി ചികിത്സയും റേക്കിയിലും വിദഗ്ധനാണ് അദ്ദേഹം. 21 നോവലുകളും 500-ലേറെ ചെറുകഥകളും വിവിധ വിഭാഗങ്ങളിലായി 55-ലധികം പുസ്തകങ്ങളും എഴുതിയ PR നാഥൻ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹനായി. പ്രശസ്തമായ കൃതിയായ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്ന പുസ്തകം അനുഭവങ്ങൾ നിറഞ്ഞ യാത്രാവിവരണമാണ്. റേഡിയോ നാടകങ്ങളിലൂടെ തുടങ്ങി സിനിമാ മേഖലയിലേക്കെത്തിയ PR നാഥൻ കഥയും തിരക്കഥയും സംഭാഷണങ്ങളും എഴുതി. 1981 പുറത്തിറങ്ങിയ ചട്ടയാണ് ആദ്യ സിനിമ. കേളി, പൂക്കാലം വരവായി, ധ്വനി, ശുഭയാത്ര, സ്നേഹസിന്ദൂരം എന്നീ സിനിമകളുടെ ഭാഗമായി. ചാട്ട, ഇന്നലെ വന്ന വഴി, ഇനിയൊരു മോഹം മാത്രം, ശയനപ്രദക്ഷിണം, കുടജാദ്രിസാനുക്കളോട്, സൗന്ദര്യലഹരി തുടങ്ങിയ എല്ലാ നോവലുകളിലും നന്മയും സ്നേഹവും മാത്രമാണ് PR നാഥൻ ഇതിവൃത്തമാക്കിയത്. അതുതന്നെയാണ് ആ എഴുത്തിന്റെ മഹിമയും. കോഴിക്കോട് മാങ്കാവിൽ താമസിക്കുന്ന PR നാഥൻ നവമാധ്യമങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് പുതുതലമുറയുടെ കൂടി വഴികാട്ടിയാകുന്നു. നേരിന്റെയും നന്മയുടെയും ആശയപ്രചരണത്തിനുള്ള അംഗീകാരമായി PR നാഥന് അമൃതകീർത്തി പുരസ്കാരം കൂടി ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാവുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായി ഇന്ന് മെഗാ ശുചീകരണ യജ്ഞം നടന്നു. ലോകമെമ്പാടുമുള്ള അമ്മയുടെ സ്ഥാപനങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായാണ് ലോക ശുചീകരണ ദിനത്തിൽ മെഗാ ശുചീകരണ യജ്ഞവുമായി അമൃതാനന്ദമയി മഠം മുന്നിട്ടിറങ്ങിയത്. ആശ്രമത്തിലെ സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ഉൾപ്പെടെ നിരവധി പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. അമ്മ പങ്കുവച്ച ആശയത്തിലൂടെ സമൂഹ നന്മ ഉറപ്പുവരുത്താനും ഒപ്പം മനുഷ്യ മനസ്സുകളിൽ ശുചിത്വ ബോധവൽക്കരണം നടത്താനും ഇത്തരം യജ്ഞങ്ങൾ ഏറെ പ്രയോജനകരമാണെന്ന് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി പറഞ്ഞു. ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിലാണ് ഈ പരിവർത്തനം വരേണ്ടത്. അമ്മ പറയാറുണ്ട്, പരിസ്ഥിതിയല്ല മനസ്ഥിതിയാണ് മാറേണ്ടത്. മനസ്ഥിതി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിസ്ഥിതിയിൽ പ്രതിഫലിക്കും. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായി ആശ്രമത്തിൻ്റെ സമീപ പ്രദേശങ്ങളായ ക്ലാപ്പന, കുലശേഖരപുരം, ആലപ്പാട്, ആറാട്ടുപുഴ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ആശ്രമ അന്തേവാസികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രദേശവാസികൾ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മെഗാ ശുചീകരണ യജ്ഞത്തിന് പിന്തുണയുമായി എത്തി. ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും വ്യാപാരി വ്യവസായി സംഘടനകളും ഒത്തുചേർന്നപ്പോൾ
സമ്പൂർണ്ണ ശുചിത്വം എന്ന അമ്മയുടെ ആശയം കൂടുതൽ ജനകീയമായി. ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ സംഘം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ശുചീകരണ യജ്ഞത്തിന്റെ സമാപനം കൊല്ലം ജില്ലയിൽ വള്ളിക്കാവ് ടൗണിലും ആലപ്പുഴ ജില്ലയിൽ അഴീക്കൽ ലൈറ്റ് ഹൗസ് പരിസരത്തും നടന്നു. ആലപ്പുഴ ജില്ലയിൽ അഴീക്കലിൽ അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ് എൻ ജ്യോതി എന്നിവർ വിഷയാവതരണം നടത്തി. മാതാ അമൃതാനന്ദമയി മഠം പ്രതിനിധികളായ സ്വാമി തപസ്യാമൃതാനന്ദപുരി, സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി, സ്വാമിനി സിദ്ധാമൃത പ്രാണ, ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി ദീപ്തി എന്നിവർ ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകി. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ശുചിത്വമുള്ളൊരു നാടിനായി ശുചിത്വ പ്രതിജ്ഞയെടുത്തു. വിവിധ ഭാഗങ്ങളിലായി നടന്ന ശുചീകരണ യജ്ഞത്തിൽ 50,000-ലധികം വരുന്ന അമ്മയുടെ മക്കൾ പങ്കാളികളായി. അമൃത ന്യൂസ്, കൊല്ലം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ലോക ശുചീകരണ ദിനാചരണത്തിൽ തലശ്ശേരി അമൃത വിദ്യാലയവും പങ്കാളികളായി. വിദ്യാലയത്തിലെ 9ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും തലശ്ശേരി ശ്രീ തൃക്കൈ ശിവക്ഷേത്ര പരിസരം ശുചീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി സമാരാധ്യാമൃത ചൈതന്യ, തൃക്കൈ ശിവക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് CK ശ്രീനിവാസൻ, സെക്രട്ടറി A രഞ്ജിത്ത്, മാതാ അമൃതാനന്ദമയി ലീഗൽ അഡ്വൈസറും മുൻ ഗ്രീൻ ഫ്രണ്ട് കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് ഉദയഭാനു എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ സുധാകുമാരി, സന്ദീപ്, വന്ദന, അനുശ്രീ, ഷംന, ലിമ, ശ്രുതി, സൗമ്യ, ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. ലോക ശുചീകരണ ദിനത്തിന്റെ ഭാഗമായി കോയമ്പത്തൂർ എട്ടിമട അമൃത വിശ്വവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി. അമ്മയുടെ പിറന്നാൾ ആഘോഷമായ അമൃതവർഷം 72ന്റെ ഭാഗമായാണ് ശുചീകരണത്തിൽ പങ്കാളികളായത്. അരാസപ്പാളയം, മൈലേരിപ്പാളയം, സോളവമ്പാളയം, എട്ടിമട, KG, ചാവടി, PG, പുതൂർ സർവകലാശാല ക്യാമ്പസ് തുടങ്ങി 7 ഇടങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 3000 വിദ്യാർത്ഥികളും 300 അധ്യാപകരും ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. പ്രാദേശിക കൂട്ടായ്മകളും അമൃത സംഘത്തിനൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. അമൃതവർഷം 72ന്റെ ഭാഗമായി ലോക ശുചീകരണ ദിനത്തിൽ നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിലെ വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞം നടത്തി. നെടുമങ്ങാട് നെട്ടിറച്ചിറ ഭാഗത്താണ് വിദ്യാർത്ഥികൾ ശുചീകരണം നടത്തിയത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ മാനേജർ GS സജികുമാർ, പ്രിൻസിപ്പൽ സിന്ധു S, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി.